ഈ കളി ഇതിനകത്ത് നടക്കൂല. അതിന് ഇതിനകത്ത് കളിച്ചില്ലല്ലോ. ഈ പണ്ടാരം പിടിച്ച കളി ഇവിടെ നടക്കൂലെന്ന്. കാലൊടിഞ്ഞ എന്ത് ചെയ്യും? കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇടും. നിന്റെയൊക്കെ കാലൊടിഞ്ഞ പ്ലാസ്റ്ററാ. ഈ തൂണിന്റെ ഒക്കെ കാലൊടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല. പ്ലാസ്റ്റിക്കാണ്. ഞാൻ പോണോന്നാ? നീ പോണോ? ഈ കാണുന്നതെല്ലാം എന്റെ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും. അയ്യോ അയ്യോ അയ്യോ, പുല്ല് വെട്ടാൻ പറഞ്ഞു. ഇവിടെയാണ് കേട്ടോ പുല്ല്. പുല്ല് മാറി നിൽക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. അങ്ങോട്ട് മാറ്റി വെട്ടടാ. ഇന്നാണ് നിന്റെ ഒടുക്കത്തെ ബോള്. എന്താണോ എന്താണോ എന്നോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയത് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലട ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താടാ ലോറൻസ്? ആഹാ, എന്താടാ എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം. കെട്ടിയവനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല, ഈ പന്തല് കെട്ടിയ ആള്. പന്തലാ? എന്റെ അമ്മ, ഇത് പന്തലാ? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കണത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബഡാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തലിൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. 2-3 കല്യാണം, പള്ളിപ്പെരുന്നാൾ, ധ്യാനം ഒക്കെ ഏറ്റതാണ്. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാൽ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ. പോടാന്നാ? അതെ, പോടാന്ന്. ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത്, തമാശക്കാണാ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ, എന്നാ കൊള്ളാം. ഒരുമാതിരി തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെങ്കൊച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ, മേരാ പ്യാരി സോനാരെ. സോനാര് അതായത് എന്ന് പറഞ്ഞ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തെ. തങ്കമേ സോനാരെ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തൊരു എഴുത്? ഇത്തിരി സോഡ കൂടി. ആ, ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ്. ആ, മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്തിനാ ഇവിടെ ഒരു ബഹളം? ഒച്ച വെക്കാനാ പാട്ടി. വാ, നമുക്ക് സംസാരിക്കാം.
എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാതെ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും അല്ലടാ? മതി, സത്യം പറ, എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. മാം സാബ്, എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതരം ഊമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവൻ കാശ് വിട്ട് പറഞ്ഞവരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാൻ ഇവിടുത്തെ കിണറ്റി ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങള് കാരണം നീ കെട്ടിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പൊയ്ക്കോ. ഞാനെന്തല്ലോ ഒരു സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഉറച്ചു, കല്യാണം ഉറച്ചു. നമ്മുടെ പൂജാ ബേട്ടിയുടെ കല്യാണം ഉറച്ചു. വേണ്ട, വിളിച്ചു പോട്ടെ. നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ ഒരു സന്തോഷ വാർത്ത പറയാം. ബേട്ടി, സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങൾ അത് ചോദിച്ചതെന്ന്. അതൊന്നും എന്റെ മോൾ അറിയണ്ട. അതൊക്കെ നിന്റെ ബയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ. ഒന്ന് മോൾ ഒരു ലഡ്ഡു എടുത്തേ. എടുക്കും മോളെ. എന്താ ഇത്? പഞ്ചാബിലെ നമ്മുടെ 2 സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവര് ചോദിക്കുന്നത് എന്താ തെറ്റ്? അതാരായാലും ശ്രീധരൻ ചോദിക്കില്ലേ? സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സുനോ, കോയി തോ ബാത് ദേഖേ തോ സിക്കന്ദർ യെ ഷാദി കെ ലിയെ മഞ്ജൂരി ദേഗാ. അതെ, ഒന്നും കാണാൻ സിക്കന്ദർ ഇതിന് സമ്മതിക്കുവോ? നീ ഒരു കാര്യം ഓർക്കണം. നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല. ഇക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാ അവൻ. ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം. പക്ഷേ അവൾക്കത് ഇഷ്ടല്ല. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? നിനക്കറിയാമല്ലോ, സിക്കന്ദർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഇങ്ങനെ കിടന്ന് കരയാൻ
കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിന്റെ ബയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ തല്ലൊന്നും കേറില്ല. ഭ്രാന്താ. നിന്നോടുള്ള സ്നേഹം മൂത്ത് ഭ്രാന്തായി. നിന്റെ ബയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? അയ്യേ, ഇതെന്ത് കോലം? ഇവിടത്തെ ആ കിളവൻ സർദാർജി അലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ, ലവ് ലെറ്റർ ഒന്നും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കടാ. ഇതെന്താ ഇത്? മലയാളം. അക്ഷരം മലയാളോ? മേം പൂജാനോ ദോ സലാം തോ പ്യാർ പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പൊന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദമല്ലേ? ശബ്ദല്ല, ഇത് വായിക്കേ. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്. ഇത് വായിക്കാൻ. मैं पूजानो दो सलाम दो प्यार करता है हम एक दूजे बगैर अजी जिंदा नहीं रह सकते ये उससे करवालिया ने पूजा दिया व्या किसे और नल कीता था वो सड़ी मौत ही देख लेंगे. क्या? നീ ആരാ? ഗബ്ബർ സിംഗോ? കക്കക്കക്കാന്ന് വിളിക്കാൻ. ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോകുന്ന ആളാ. ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്. നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്കാം. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ, നീറ്റെറിയടാ. തലയിലിട്ട് ഞോണ്ടാതടി. എന്താ ഇത്? सोनारे, ये छोटा कागज है. मेरा पास करो कागज है. എന്താ പറ്റി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ചേട്ടേ, ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് കാണമില്ലാത്ത मैं पूजाനും दो सलाम 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 दो प्यार करता है. क्या साले उल्लू के पट्टी क्या बोलता है? നീ വായിച്ചേരാന്ന ഊമ വായിച്ചേരാന്ന. എന്താ ചൂടാവണം? ചൂടാവാതെ പോടാ. ഞാൻ തന്നില്ല എന്റെ ജീവിതം. എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. കുറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? വൃത്തി കെട്ടവൻ. അതിനിടയ്ക്ക് അതും ചെയ്താ? അവനറിയില്ല, പഞ്ചാബിയാ. നീ തരാൻ. നമസ്തേ സാർ. ഗംഗാധരൻ പണയം എടുത്തോണ്ട് വന്നു.
ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തത്? സത്യം പറഞ്ഞു, ഇതിലെ കൊന്നോളെ ഞാൻ. പറയൂ, പറയാൻ പറയാം. എന്താ ഇത്? വിട് സിക്കന്ദർ. ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളപ്പ ചവാന്ന് പറഞ്ഞുണ്ടാക്കി. ഇവനല്ല, ഇവൻ ഊമയാണ്. അതെ, നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാപ്രാണി. ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് ഓടിയതാ. രാത്രിയിൽ ആരോ ജനലിൽ കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു. ഹലോ, മറ്റാൾ അവിടെ പോയി? അതൊന്നും സാരമില്ല. എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ. ഇനി ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ. കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ. ഓ, ഇത് കൈയാണോ കാലാണോ?